ഹലോ, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പാടിക്കുന്നുള്ള ഏബിൾ വില്ലയിലേക്കാണേ. ഇവിടെ അത്യാവശ്യം പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നോക്കിയാൽ മനസ്സിലാകും പാർക്ക് എത്ര വലുതാണെന്ന്. അപ്പോൾ ഇവിടെ താഴെയാണ് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത്. ഒരാൾക്ക് 200 രൂപയാണ് ചാർജ്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 100 രൂപയും. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി. അപ്പോൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ പൂക്കളും ഒക്കെയുള്ള ഒരു ഗാർഡൻ തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ പെറ്റ് സ്റ്റേഷനിലകത്ത് കയറി. കുറേ വെറൈറ്റി തരം പെറ്റ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. പാമ്പുകളൊക്കെ വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കുറേ തരം എലികൾ, നമ്മൾ കാണാത്ത കുറേ തരം എലികളെയൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. കുറേ വെറൈറ്റി എലികളൊക്കെ ഇവിടെയുണ്ട്. പിന്നെ അതെല്ലാം കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ എത്തുന്നത് അണ്ടർ വാട്ടറിനകത്തേക്കാണ്. അപ്പോൾ ഇവിടെ വലുതും ചെറുതുമായ കുറേ മീനുകളെയൊക്കെ കാണാൻ പറ്റും. ശരിക്കും നമ്മളൊരു കടലിൻ്റെ അകത്ത് പോയ പോലെ ഉണ്ട് കേട്ടോ കാണുമ്പോൾ. പിന്നെ അവിടെ നിന്നൊരു ഗുഹ പോലത്തെ ഉള്ളിൽ നടന്നിട്ട് പിന്നെ ഞങ്ങളെത്തുന്നത് വീണ്ടും കുറേ പക്ഷികളൊക്കെയുള്ള സ്ഥലത്താണ്. പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ വിശാലമായ പെറ്റ് സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. ശരിക്കും പാടിക്കുന്നിൻ്റെ അതിമനോഹരമായ ആ കുന്നും മരങ്ങളും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഭംഗി ബാക്ക്ഗ്രൗണ്ടായി കിട്ടുന്ന രീതിയിൽ ഫോട്ടോ ചെയ്യേണ്ടതൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വലിയൊരു ഫിഷ് ടാങ്കിനകത്ത് ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ചെറിയ മീനുകളാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ആ കുന്നും മരങ്ങളും ഒക്കെ. ആ ഒരു ഭംഗി നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. പിന്നെ ഞങ്ങൾ പോകുന്നത് ഇവിടെ കുറേ ഇതാണ് കേട്ടോ, താലോലിക്ക. നമ്മൾ കണ്ണൂർക്കാർ താലോലിക്ക എന്ന് പറയും. വേറെ സ്ഥലങ്ങളിൽ അതിന് പേരാണ് പറയുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഇങ്ങനെ താലോലിക്കയും മാവുകളും പിന്നെ കുറേ കപ്പക്കയും ചീരകളും ഒക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ടാകും. ഇവിടെ അധികമായി കാണാൻ സാധിക്കുന്ന ആ കൃഷിയും ഒക്കെയാണ്. കുറേ തെങ്ങുകളും ഒക്കെ ഉണ്ട്. ആ പാടിക്കുന്നിൻ്റെ ആ ഭംഗി മൊത്തം ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇതിൻ്റെ അടുത്ത വശത്തായിട്ട് ഒരു ചെറിയൊരു ഗുഹയുണ്ട്. അപ്പോൾ നമ്മളവിടെ കയറാൻ പോകുമ്പോൾ അതിനകത്തേക്ക് കറണ്ട് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ താഴോട്ടേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി എക്സ്ട്രാ ചാർജ് വീണ്ടും കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ ബാഹുബലി സിനിമയിലെ ബാഹുബലിയുടെ ഒരു പ്രതിമയുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ പിന്നെ നമ്മൾ നേരെ താഴേക്കങ്ങ് നടന്നു. അപ്പോൾ താഴോട്ടങ്ങ് നടക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇതുപോലെ തന്നെയുള്ള പച്ചക്കറികളും മരങ്ങളും ഒക്കെ തന്നെയാണ് ഇങ്ങോട്ടും ഉള്ളത്. ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവരെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെയുണ്ട്. താഴോട്ടൊക്കെ കുറേ കൃഷികളൊക്കെ തന്നെ, വാഴ, കപ്പക്ക, ചീര, അങ്ങനെ കുറേ പച്ചക്കറികളും മരങ്ങളും ഒക്കെ ഇവിടെ കാണാം. പിന്നെ നമ്മൾ പോകുന്നത് ഒരു പശുത്തൊഴുത്തിലേക്കാണ്. ഇവിടെ നമ്മളെ നാട്ടിൽ കാണാത്ത കുറേ തരം പശുക്കളുണ്ട് കേട്ടോ അവിടെ. ഇതാണ് നമ്മുടെ പാടിത്തീർത്ഥം. അപ്പോൾ ഈ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളമാണ് നമ്മളെ കൊളച്ചേരി ഭാഗത്തേക്ക് കനാല് വഴി പോകുന്നത്. പിന്നെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ തന്നെ 6 മണിയായപ്പോഴേക്കും അവിടുത്തെ സ്റ്റാഫുകളൊക്കെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ വന്ന ദിവസം അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. അത്യാവശ്യം ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു.
അപ്പോൾ ഇതിൻ്റെ അരികത്തായിട്ട് തന്നെയാണ് കുട്ടികൾക്ക് കളിക്കേണ്ട പാർക്കൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കണ്ടുവരുമ്പോൾ തന്നെ സമയം 6:30 ആവാറായി. അപ്പോൾ നമ്മൾ നേരത്തെ ഗുഹേൻ്റെ ഉള്ളിൽ കയറിയില്ലല്ലോ. 6:30 ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ നേരെ അവിടത്തേക്ക് പോയി വേഗം ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അത്യാവശ്യം കാണാനൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. നല്ല പൊക്കമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചടക്കണം, അല്ലെങ്കിൽ തലയിടിക്കും. ചെറിയൊരു ഗുഹയല്ലേ. ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ തീരെ വെളിച്ചമുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ മൊബൈലിൻ്റെ വെളിച്ചത്തിലാണ് മുന്നോട്ട് നടന്നത്. ഞങ്ങൾക്ക് വഴിതെറ്റിയിരുന്ന കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെയോ ടോർച്ചിൻ്റെ വെളിച്ചത്തിലൊക്കെ നടന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇത്. ലസ്സി, പേട, നെയ്യ് അങ്ങനെ. അപ്പോൾ ഞങ്ങളൊരു ഒരു പേടയും ഒരു ലസ്സി വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.